ഹായ് ഹായ് ഹായ്. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? എങ്ങോട്ടാന്നറിയോ? ഒരു മന്ത്രവാദിയുടെ ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്കാണ്. നിങ്ങൾക്ക് പൂന്തോട്ടം ഇഷ്ടമാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂന്തോട്ടത്തിലോട്ട് യാത്ര പോവാം. അതിന് കൂടെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ കൊടുക്കാനും ആരും മറക്കരുത്. നമുക്കിതുപോലെ കൂടുതൽ യാത്രകൾ ഒരുമിച്ച് പോവാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി യാത്ര തുടങ്ങിയാലോ? നിങ്ങൾക്കറിയോ, നമ്മുടെ മന്ത്രവാദിയുടെ പൂന്തോട്ടത്തിലേക്ക് പോവാൻ കാട്ടിലൂടെ വേണം യാത്ര ചെയ്യാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെയുള്ള മൃഗങ്ങളൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്താലോ? മാഷ് നടന്നു തുടങ്ങാം കേട്ടോ. നിങ്ങൾ മാഷ് കൂടെ നടക്കണേ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കേട്ടോ? എന്തിന്റെ ശബ്ദമാണ്? ആ, ഒരു ആനയുടെ ശബ്ദം അല്ലേ? നമുക്ക് പോയി നോക്കിയാലോ? എന്തിനായിരിക്കും നമ്മുടെ ആന കരയുന്നത് എന്ന് നോക്കിയാലോ? ആ, പാവം, എന്തോ പറ്റിയിട്ടുണ്ട് അല്ലേ? നമുക്ക് അടുത്തേക്കൊന്ന് പോയി നോക്കാം. എന്തു പറ്റി ആനച്ച? എന്തായിരിക്കും പറ്റിയത്? എന്റെ കാലിലൊരു മുള്ളു കൊണ്ടു, എനിക്ക് നടക്കാൻ വയ്യ. പാവത്തിന് മുള്ളു കൊണ്ടു അല്ലേ? നടക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ആ, മരുന്ന് വെച്ച് കൊടുക്കാം. എവിടുന്ന മരുന്ന് കിട്ടാറ്? ആ, ഡോക്ടറുടെ അടുത്തുണ്ടാവൂലേ മരുന്ന്. എങ്ങനെ ഡോക്ടറെ കൊണ്ടുവരിക? നിങ്ങൾക്കറിയോ, ഈ കാട്ടില് ഡോക്ടർ ഉണ്ട്. ആരാന്നറിയോ? ഈ കാട്ടിലെ ഏറ്റവും നീളം കൂടിയ പാമ്പാണ് ഈ കാട്ടിലെ ഡോക്ടർ. നമുക്ക് പാമ്പിനെ വിളിച്ചോണ്ട് വന്നാലോ? റെഡിയാണോ? നമുക്ക് പാമ്പിന്റെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം. എവിടെയാണ് പാമ്പുകൾ താമസിക്കാന്നറിയോ? ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ അവിടെ ധാരാളം പാമ്പുകൾ ഉണ്ടാവും. നമ്മുടെ പാമ്പിന്റെ പ്രത്യേകത മറക്കണ്ട കേട്ടോ. ഏറ്റവും നീളം കൂടിയ പാമ്പാണ് നമ്മുടെ കാട്ടിലെ ഡോക്ടർ. നമുക്ക് നോക്കിയാലോ? ആദ്യം നമുക്ക് പാമ്പുകൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി നോക്കാം അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ പാമ്പിനെ? ഇവിടെ എവിടെയെങ്കിലും പാമ്പുകൾ താമസിക്കുന്ന സ്ഥലം കാണുന്നുണ്ടോ? എവിടെയാണ്? ആ, അവിടെ ഉണ്ട് അല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? അയ്യോ, എന്താ പറ്റിയത്? ധാരാളം പാമ്പുകളുണ്ട്. പക്ഷെ ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും നീളം കൂടിയ പാമ്പാണ് നമ്മുടെ ഡോക്ടർ അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൽ ഏത് പാമ്പാണ് ഏറ്റവും നീളം കൂടിയ പാമ്പ്? കാണുന്നുണ്ടോ? ആ, അവിടെ ഉണ്ട്. നിങ്ങൾ തൊട്ട് കാണിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി മരുന്ന് മേടിച്ചാലോ? എങ്കിലല്ലേ നമ്മുടെ ആനക്ക് സുഖാവുള്ളൂ അല്ലേ? ഡോക്ടറെ, ഞാൻ വരുന്ന വഴിയിൽ ഒരു ആനയെ കണ്ടു. പാവം ആന, കാലിൽ മുള്ളു കൊണ്ടിട്ടുണ്ട്. എന്തെങ്കിലും മരുന്നുണ്ടോ? ഇതാ നിങ്ങളുടെ മരുന്ന്. ആ, ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നല്ലേ? നമുക്ക് മരുന്ന് കൊണ്ട് നേരെ ആനയുടെ അടുത്തേക്ക് പോയാലോ? ആ, നമ്മൾ ആനക്ക് മരുന്ന് കൊടുത്തു. ദേ, ആന സുഖമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? നമ്മൾ ആനയെ സഹായിച്ചു. നമ്മൾ എങ്ങോട്ടായിരുന്നു യാത്ര പോകുന്നത്? ആ, നമ്മുടെ മന്ത്രവാദിയുടെ പൂന്തോട്ടത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാത്ര തുടർന്നാലോ? നിങ്ങൾ റെഡിയാണോ? അപ്പൊ നോക്കിനി ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. നിങ്ങൾ മാഷിന്റെ കൂടെ നടന്നു വരണേ. അയ്യോ, എന്താ പറ്റിയത്? ഒരു അരുവി നമുക്ക് അപ്പുറത്തേക്ക് കടക്കണം. എങ്ങനെ കിടക്കുക? അരുവിയുടെ അപ്പുറത്തേക്ക് പോവാൻ എന്തെങ്കിലും വഴി നിങ്ങൾ കാണുന്നുണ്ടോ? എന്ത് പാലുണ്ടെന്നോ? എവിടെയാണ്? ആ, ഇവിടെ ഉണ്ടല്ലേ? പക്ഷെ നോക്കിക്കേ, ഇവിടെ ധാരാളം പാലുകൾ ഉണ്ടല്ലോ. ഇതിൽ ഏത് പാലാണ് നമുക്ക് അരുവി കിടക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക? ആ, ഏറ്റവും നീളം കൂടിയ പാൽ ഉപയോഗിക്കണം അല്ലേ? കാരണം എന്താ? ആ അരുവിക്ക് വണ്ണം കൂടുതലാണ്. ഏറ്റവും നീളം കൂടിയ പാലം വേണം. ഇത് ഏതാണ് ഏറ്റവും നീളം കൂടിയ പാലം? നിങ്ങൾ കാണുന്നുണ്ടോ? ആ, കണ്ടെത്തില്ലേ? ഇത് ഉപയോഗിച്ച് വേണം അരുവി കിടക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇത് അരുവിയുടെ മുകളിൽ കൊണ്ടുവെക്കാം അല്ലേ? നമുക്ക് അരുവി കിടക്കുക. റെഡിയാണോ നിങ്ങള്? നമ്മൾ ദേ അരുവിയും ക്രോസ് ചെയ്തു. നമുക്കിനി യാത്ര തുടരണ്ടേ? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ആ, നമ്മുടെ മന്ത്രവാദിയുടെ ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്ക്. നിങ്ങൾ എല്ലാവരും വീണ്ടും മാഷ് കൂടെ നടന്നു വരണേ. അയ്യോ, എന്താ പറ്റിയത്?
നല്ല ഉയരം കൂടിയ മതിൽ അല്ലേ? ഇതിനപ്പുറത്താണ് നമ്മുടെ പൂന്തോട്ടം. എങ്ങനെ പൂന്തോട്ടത്തിലേക്ക് എത്തുക? ഇവിടെ വാതിലൊന്നും കാണുന്നില്ല. അപ്പൊ എങ്ങനെ അപ്പുറത്തേക്ക് കടക്കും? നിങ്ങൾ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും വഴി ഉണ്ടോ ഈ മതിലിനപ്പുറത്തേക്ക് പോവാൻ? ഏണികളുണ്ട് അല്ലേ? എവിടെയാണ്? ഇവിടെ ധാരാളം ഏണികളുണ്ട്. ഇതിൽ ഒരു ഏണി ഉപയോഗിച്ച് നമുക്ക് മതിലിനപ്പുറത്തേക്ക് കടക്കാം അല്ലേ? പക്ഷെ ഇതിൽ ഏത് ഏണിയാ ഉപയോഗിക്കുക? നല്ല ഉയരം കൂടിയ മതിലല്ലേ, അതിൽ ഏത് ഏണി ഉപയോഗിക്കും? നീളം കൂടിയ അല്ലേ, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏണി വേണം ഉപയോഗിക്കാൻ. ഇതിൽ ഏതാ ലോങ്ങസ്റ്റ്? ഏതാണ് ഏറ്റവും നീളം കൂടിയത്? ഇവിടെ ഉണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ച് നമുക്ക് മതിലിനപ്പുറത്തേക്ക് പോവാം അല്ലേ? മാഷിദേ ആ ഏണി ഉപയോഗിക്കുകയാണേ. ആ ഏണി ഉപയോഗിച്ച് നമ്മൾ പൂന്തോട്ടത്തിലേക്ക് എത്തി. ഇത് കാണുന്നുണ്ടോ? മാഷ് പറഞ്ഞതാണ് നല്ല ഭംഗിയുള്ള പൂന്തോട്ടാണെന്നല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മന്ത്രവാദി കണ്ട ഉപദ്രവിക്കില്ലേന്ന്. നമ്മുടെ മന്ത്രവാദി ദുഷ്ടയൊന്നും അല്ല കേട്ടോ, നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൂന്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ? അപ്പോൾ കൂടുതൽ കാഴ്ചകളായിട്ട് മാഷ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ആരും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.